വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. എന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് കത്തി സൺഡേ. പടത്തിൽ അഭിനയിച്ചിരുന്ന വിശാൽ, തമന്ന ഭാട്ടിയ, ജഗവതി ബാബു, ഉഴം ജയപ്രകാശ്, തരുൺ അറോറ, സൂരി, വടിവേലു എന്നിവരാണ്. പടം ഡയറക്റ്റ് ചെയ്യുന്ന സുരാജ് എന്ന് പറയുന്ന ഒരു തമിഴ് ഡയറക്ടറാണ്. ഇങ്ങനെയും പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എഡിറ്റഡ് ബൈ സെൽവ RK മീൻസ് തങ്കലൻ, ഇവൻ തന്തിരൻ, സകലകലവല്ലവൻ, നക്ഷത്രം നഗരഗത്, പിന്നെന്തോന്നായിരുന്നു അസർപ്പെട്ട പരമ്പരയിൽ കർണൻ, ഇങ്ങനത്തെ സിനിമകളിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ പടത്തിൻ്റെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആളാണ്. ഇത് കേൾക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സിനിമയിൽ സ്റ്റണ്ട് ചെയ്തിട്ടുള്ള ആളോടാ. പിന്നെ മ്യൂസിക് കമ്പോസ്ഡ് ബൈ ഹിപ്ഹോപ്പ് തമിഴ് ആദി. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ R നന്ദഗോപാൽ. ഇത്രയാണ് എനിക്ക് കാസ്റ്റ് ആൻഡ് ക്രൂ ആയിട്ട് കാസ്റ്റ് ആൻഡ് ക്രൂ വെച്ച് എനിക്കറിയാവുന്ന കാര്യം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ചാണകത്തിൽ ഒരാളുടെ മുഖം ചേർത്ത് ഒട്ടിച്ച് വെച്ച് എങ്ങനെ ഇരിക്കുമോ അതുമാതിരിയാണ് ഈ പടം. അതൊരു ഊളപ്പടം. പടത്തിൽ പോസിറ്റീവ്സ് വെച്ച് നോക്കാനാണെങ്കിൽ സ്റ്റോറി വൈസും ഹിപ്ഹോപ്പ് തമിഴിൻ്റെ പാട്ടും പിന്നെ സൂര്യയുടെ കോമഡിയും വടിവേലിൻ്റെ കോമഡിയും കൊള്ളായിരുന്നു. ബാക്കി എന്ത് വെച്ച് നോക്കിയാലും പടം ശോകമാണ്. പിന്നെ അത് വിശാലിന് പറ്റുന്ന സ്റ്റോറിയേ അല്ല എന്ന് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിരി കഷ്ടമാണ് അങ്ങേർക്ക് എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് തോന്നിയത്. തമന്നയൊക്കെ എന്തിനൊക്കെയോ കാണിട്ടുണ്ട്. പിന്നെ ജഗപതി ബാബു തരുൺ അറോറയും ഉഴവൻ ജയപ്രകാശും വില്ലനെയൊന്നും പറഞ്ഞിട്ടുണ്ട്. എന്തിനൊക്കെയോ കാട്ടുന്നുണ്ട്. എന്തിനാണെന്നൊന്നും മനസ്സിലാവണ പോലെ ചിരിയാണ് വരാ. അതൊരു കോമഡി ആക്കി വെച്ചിട്ടുണ്ട് അവരൊക്കെ. പിന്നെ ഈ സിനിമാറ്റോഗ്രഫി അതാ ചെയ്തവനെ കിട്ടിയെങ്കിൽ ചവിട്ടി കൂട്ടണം. അമ്മാതിരി ഊള സിനിമാറ്റോഗ്രഫി. വിഷ്വൽ എഫക്ട്സൊക്കെ എന്തിനാ ഇത്രയൊക്കെ സാമ്പാറായിട്ടാണ് ഈ വീട്. പിന്നെ എഡിറ്റിങ്, ഈ പടത്തിന് എഡിറ്റ് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു സെൽവ RK എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. പിന്നെ ഈ പ്രൊഡ്യൂസ് ചെയ്ത R നന്ദഗോപാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ പടമൊന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ട വരുമ്പോൾ ഒരു പടം കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വേറെ ഒന്നും എനിക്ക് തൽക്കാലത്തേക്ക് പറയാനില്ല. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്നാമത്തെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ.